ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബിസിനസ്സുകളൊക്കെയും കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമായിരിക്കാം. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക, പരമാവധി വില കുറച്ച് കൊടുക്കുക. ഇതിനെയാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലുലു ആകട്ടെ അല്ലെങ്കിൽ നെസ്റ്റോ ആകട്ടെ, അവർ തമ്മിൽ മത്സരിക്കുന്നത് എന്തിന്റെ പേര്? വില കുറച്ച് കൊടുക്കുന്നത് എങ്ങനെ? മൈജി എങ്ങനെയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? വില എങ്ങനെയാണ് കുറച്ച് കൊടുക്കേണ്ടതാണ്. ഈ സ്ട്രാറ്റജിയുടെ പേര് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്നാണ്. ആ സ്ട്രാറ്റജി അല്ല ഇനി വർക്ക് ചെയ്യേണ്ടത്. ഞാൻ അവരാരെ നിരാകരിക്കുകയല്ല കേട്ടോ. അത് ചിലപ്പോൾ നഷ്ടത്തിലേക്ക് പോകാം, ചിലപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ടുകൾ ഇറക്കേണ്ടി വരും, ബൾക്കായിട്ടുള്ള പർച്ചേസ് നടത്തേണ്ടി വരും, കണ്ടെയ്നർ പർച്ചേസ് നടത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് അത് നിലനിന്ന് പോകുന്നത്. പക്ഷേ നമ്മൾ അപ്പോഴെങ്കിലും ഈ പറയുന്ന സാധനത്തിന് ഒന്ന് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നതിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമായി. എന്തുകൊണ്ടാണ് ഈ ടെസ്ല, ഞാൻ ആ കമ്പനി അങ്ങനെ പറയല്ല, എന്തുകൊണ്ടാണ് ആപ്പിൾ, ഇവരാണ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി. ലോകത്തിൽ പല സാധനം ഉണ്ടാവും, പക്ഷെ ഞങ്ങളെപ്പോലെ ആരും ഉണ്ടാകില്ല. അതാണ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ലോകത്തിൽ മൊബൈൽ ഒരുപാട് ഉണ്ടാകും, പക്ഷെ ടെസ്ലയെ പോലെ ഒന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ടെസ്ല വരാൻ പോവുകയാണല്ലോ ഇനി മൊബൈലായിട്ട്. ടെസ്ലയെ പോലെ ഒരു കാർ ഉണ്ടാകില്ല. ഇതേപോലെ തന്നെ ആപ്പിൾ പോലെ എത്ര മൊബൈൽ ഇറങ്ങിയാലും ആപ്പിളിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഉണ്ടാകില്ല. അതാണ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ ചെറിയൊരു ടീം തുടങ്ങുകയാണെങ്കിൽ പോലും ഡിഫറൻഷിയേഷനോട് കൂടിയിട്ട് എങ്ങനെ തുടങ്ങാൻ പറ്റുമെന്ന് ചിന്തിക്കലാണ് കുറച്ചും കൂടി നല്ലത്.